ുകയും മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ നേതാക്കളുടെ സംസ്ഥാനത്തു നിന്നും വളരെ മോശമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം നമ്മൾ എതിർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പിതൃവേദി സംഘടന എന്ന ബോധ്യത്തോടുകൂടി അത് സജീവമായി പ്രവർത്തിച്ച് നമുക്ക് ശക്തമായ മുന്നേറ്റം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന ബോധ്യത്തോടുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഇടവകയിലെ എല്ലാവരെയും ആദ്യ സ്മൃതി അംഗങ്ങളെയും നാളത്തെ പരിപാടിയിൽ ഞാൻ കാരണമായി സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ അവർ വളരെ രഹസ്യമായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കത്തോലിക്ക സഭയുടെ സംഘടനകളെ നിങ്ങൾ കണ്ടുപിടിക്കുക, അതിന്റെ ശക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് ഇത് നടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രസ്ഥാനങ്ങളെ കണ്ടുപിടിക്കുക എന്ന്. നമ്മുടെ ഈ സംഘാടന ശക്തി നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സമൂഹത്തിന്റെ ഒഴുകുണ്ടാകുമ്പോൾ നാം പ്രതികരിക്കുന്നു. എന്നാൽ ചില പ്രതികരിക്കേണ്ട അവസ്ഥകളിൽ പേടിച്ച പിന്നോട്ട് മാറുന്ന നമ്മുടെ ശക്തി തിരിച്ചറിയാതെ ആനയുടെ ശക്തി ആനയ്ക്ക് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞതുപോലെ പിന്നോട്ട് പോകുന്ന ചില അവസ്ഥകളിലേക്ക് ചിലപ്പോഴെങ്കിലും നാം പോകാറുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിലെയും യുഡിഎഫിലെയും ഒക്കെ മക്കൾക്ക് ഏറെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഇതിലൊക്കെ ഇങ്ങനെയുള്ള വാശികളും ഞങ്ങളുടെ മാതാപിതാക്കൾ ഏറെ ചുമയോടുകൂടി ഞങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നത് ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രോത്സാഹനവും ശക്തിയും കണ്ടുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന ഹൃദയത്തിലെയും മാതൃകത്തിലെയും മാതാപിതാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മണിമലയിൽ നിന്നും ആരംഭിച്ച് അമ്പൂരി മുതൽ ആലപ്പുഴ വരെയും ലോകത്തെ നവീകരിക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് തെക്കമ്പൂരി മുതൽ വടക്കേറ്റുമാരിയിൽ വരെയും കിഴക്ക് മണിമല മുതൽ പടിഞ്ഞാറ് കടലോരം വരെയും വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി രൂപതയിലെ കുറുമ്പനാരുടെ ഈ ഛായാചിത്ര പ്രയാണവും കടന്നു വരികയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പോലീത്തായിരുന്ന പതാക സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ രജത ജൂബിലി സമാപന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. സ്നേഹത്തിറഞ്ഞവരെ, കടന്നിരിക്കേണ്ടതാണ്. സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, 25 വർഷം പിന്നിട്ട് പിതൃവേദിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ കൂടുതൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ പിതാവിനാണ്. പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഫാമിലി അപ്പസ്തോലിയറ്റിന്റെ ഡയറക്ടർ റവറൻഡ് ഫാദർ ജെയിംസ് കുന്നരച്ചനാണ്. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അഭിമുഖ പ്രസംഗം നടത്തുന്നത് മണക്കുളത്തച്ഛനാണ്. അച്ഛനെ ലോർദിന്റെ വിപ്രവന വികാരി അച്ഛനാണ്. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനും ഒക്കെയായിട്ട് ആരംഭിച്ച സംഘടന അതിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നാം അതിനെ കാണുകയും അതോടൊപ്പം തന്നെ ആ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികളെ ഏറെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അതോടൊപ്പം തന്നെ നാളത്തെ ഈ സമ്മേളനവും നമ്മുടെ രൂപതയെ സംബന്ധിച്ചും ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന പിതൃവേദി പ്രസ്ഥാനത്തെക്കുറിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ്. 25 വർഷമായി ഇതുപോലെ അവസരത്തിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആരംഭിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസരമാണിത്. പക്ഷേ അത് മാത്രമല്ല,
അതിനുപരി ഇനിയും എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ കുടുംബ നവോത്ഥാന പ്രസ്ഥാനത്തിൽ അതിന് സഹായകരമായിട്ടാണ് നമുക്ക് മാതാക്കളുടെ സംഘടന, പിതാക്കളുടെ സംഘടനാ പ്രസ്ഥാനം, അതുപോലെ തന്നെ പിതാക്കളുടെ സംഘടനാ പ്രസ്ഥാനം, യുവജനങ്ങളുടെ പ്രസ്ഥാനം, കുട്ടികൾക്കായിട്ടുള്ള സംഘടനകൾ, ഇതെല്ലാം നമ്മുടെ കുടുംബത്തെ പുനരുജ്ജീവിപ്പിക്കാൻ, തികച്ചും കൂടുതൽ ക്രിസ്തീയമാക്കി തീർക്കുവാൻ, ഒരുപക്ഷെ പാശ്ചാത്യ ദേശങ്ങളിൽ സംഭവിച്ച പോലെയുള്ള അപജയങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ടില്ല നമ്മൾ കരുതി കൂട്ടി ആരംഭിച്ച സംരംഭങ്ങളാണ്. മാതാപിതാക്കളെ മാറി മാറി ടെലിവിഷനിൽ കാണിക്കുന്ന പരസ്യം അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും പിന്നെ കുട്ടികളെ അഴിച്ചുവിടുകയും എല്ലാം ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് തിരുത്തലുകൾ ആവശ്യമുണ്ട്. മറ്റു മൃഗങ്ങളുടെ മാതാക്കളും പിതാക്കളും ഒരു ചുമതലയുണ്ട്, നമുക്ക് ആ ചുമതലയുണ്ട്. അത് നിർവഹിക്കണമെങ്കിൽ നമ്മൾ അതിന് പ്രാപ്തിയുള്ളവരായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം, സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, കുട്ടികളെ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ അനുഭവ സമ്പത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കണം. അങ്ങനെയെല്ലാം ചെയ്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതായിട്ട് പരിശീലനപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഇന്നത്തെ ആർഭാടം, ഇന്നത്തെ നമ്മുടെ കൺസ്യൂമറിസം എന്ന് പറയാറുള്ളത്, വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്ന, പദാർത്ഥങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സംസ്കാരം, അതെല്ലാം ഈ പരസ്യങ്ങൾ ഇങ്ങനെയെല്ലാം വന്ന് കൂടുന്ന ഒഴുകി കൂടുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ മാർഗദർശനം, നമ്മുടെ സഭയുടെ മാർഗദർശനം അനുസരിച്ച് നമ്മുടെ പങ്ക് മനസ്സിലാക്കി നമ്മുടെ ആളുകൾ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ വളർത്താനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടികളെ ഒരു തണലുമില്ലാതെ കാട്ടുജനങ്ങളായിട്ട് വളർന്നു പോകാനായിട്ട് ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷിതരാകണം. നമ്മുടെ ഇടവകളിൽ മറ്റുള്ളവരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആവശ്യത പറഞ്ഞ് ഒരുമിച്ച് കൂടുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ തന്നെ പര്യാപ്ത വളർത്താനായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് മുൻപോട്ട് പോയെങ്കിൽ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ഈ വലിയ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഇന്നലെ നാളെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ശരിയായിട്ട് പ്രതിജ്ഞകളൊക്കെ എടുത്ത് ത്രിവേദി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ത്രിവേദി നമ്മൾ നിർണായകമായിട്ടൊരു പ്രസ്ഥാനമാണ്. അതിന്റെ പ്രാധാന്യം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. അത് അങ്ങനെയല്ല, ആ സ്ഥിതിഗതികൾ മാറിയിട്ട് ത്രിവേദി പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് സംവിധാനം ദൈവാനുഗ്രഹത്താൽ 25 വർഷമായിട്ട് ലഭ്യമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ വലിയ സമ്മേളനങ്ങളെ ഇപ്പോഴത്തെ ഈ സമ്മേളനം പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം കാണുന്നു. നാളെ നടക്കുന്ന രജത ജൂബിലി സമ്മേളനങ്ങളുടെ ഒരു ഒരുക്കമായിട്ട് നമ്മൾ നടത്തിയ ഛായാചിത്ര പ്രയാണം, പതാക പ്രയാണം, അതിൻ്റെ സമാപനത്തിലുള്ള പ്രതിനിധി സമ്മേളനമാണ്. അപ്പം അതുകൊണ്ട് നാളത്തെ സമ്മേളനത്തിൽ ഒരു ഒരുക്കം എന്നുള്ള നിലയിലാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നാളത്തെ സമ്മേളനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകളും ഞാൻ നേരുകയാണ്. അത് ഏറ്റവും വിജയകരമായി തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ പ്രശ്നങ്ങൾ കേൾക്കാനിരിക്കുക, അതിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവിധ വിജയാശംസകളും നടന്നുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഇന്ന് നടന്ന പതാക ഛായാചിത്ര പ്രയാണങ്ങളുടെ സമാപനം, അതോടൊപ്പം തന്നെ രജത ജൂബിലി സമാപന സമ്മേളനത്തിന്റെ പ്രാരംഭവും കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി, കഴിഞ്ഞ 2007 ഡിസംബർ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് മഹാരാജാവ് ഉദ്ഘാടനം ചെയ്ത പിതൃവേദി രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരിയേറെ പരിപാടികളിലൂടെ നമ്മൾ ഈ പിതൃവേദിയുടെ രജത ജൂബിലി ആഘോഷിക്കുകയായിരുന്നു. ഇന്ന് ഈ സമാപനത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ മറ്റേതൊരു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉപരിയായി സഭയോടൊത്ത് സഭയിലൂടെ പ്രവർത്തിക്കുന്ന, അങ്ങനെ ഗാർഹിക സഭയാകുന്ന കുടുംബങ്ങളുടെ ആ ചൈതന്യം നസ്രത്തിലെ കുടുംബത്തിൻ്റേതുപോലെ അത് മനോഹരമായ പരിശുദ്ധി നിറഞ്ഞ ഒന്നായി നന്മയുടെ ആ നിറവിളമായി തീരുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗവാക്കുകളാണ് നാം ഓരോരുത്തരും.